ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന കാലഘട്ടത്തിൽ പള്ളികൾ ഇല്ലാതാവില്ല എന്ന് പറഞ്ഞിട്ടില്ല. എവിടെയും പള്ളി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ല. മുസ്ലിമീങ്ങൾ കുറഞ്ഞു പോകും എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഓതാൻ അറിയാത്തവർ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ല. പണ്ടുള്ളതിനേക്കാൾ ആളുകൾ നിസ്കരിക്കാറുണ്ട്. പണ്ട് കുറച്ചാളുകൾക്ക് ഓതാൻ അറിയുന്നതാണ്. പക്ഷേ ഇന്നിഷ്ടംപോലെ ആളുകൾക്ക് എല്ലാവർക്കും ഓതാൻ അറിയാം. പണ്ടുള്ളതിനേക്കാളും സ്വതക്കയും സക്കാത്തും ഒക്കെ കൊടുക്കുന്നവർ കൂടുതലായ ആളുകളാണ്. പക്ഷെ എവിടെയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന കാലഘട്ടത്തിൽ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എന്ന് പറയുമ്പോഴും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പള്ളിയിൽ നിസ്കരിക്കാൻ ആളുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കാൻ ആളുണ്ടാവില്ല എന്നതാണ്. നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കാൻ ആളുണ്ടാവില്ല. ഖുർആൻ ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞാൽ മുസ്ഹഫ് ഇല്ലാണ്ടാവില്ല എന്നല്ല, അല്ലെങ്കിൽ മുസ്ഹഫ് ഇല്ലാതാവുന്നല്ല. ഖുർആനൊക്കെ ഓതാനുള്ള ആളുണ്ടാവും, പക്ഷെ ഓതേണ്ടതുപോലെ ഓതുന്ന ആളുണ്ടാവില്ല എന്നുള്ളതാണ്. മഹാനായിരിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് മഹാനവറുകള് യുദ്ധത്തിൽ ഒരു അമ്പ് മഹാനവറുകൾ തൊടയിലേക്ക് കയറി. നിങ്ങൾ കേട്ട ചരിത്രമാണ്. സ്വഹാബാക്കൾ പല നിലക്കും അതിങ്ങനെ വലിച്ചൂരാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ അത് പറ്റണില്ല. നിസ്കരിക്കട്ടെ, ഏതങ്ങനെ തന്നെയാണല്ലോ. നിസ്കരിച്ച് ഒരു തീരുമാനം, പട നേതാക്കന്മാരൊക്കെ അങ്ങനെയായിരുന്നു. ഒരു തീരുമാനമെടുക്കണമെങ്കിൽ പോലും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് പോകുമ്പോൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. മഹാനായിരിക്കുന്ന അലി റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ് സുജൂദിലേക്ക് പോകുമ്പോൾ സ്വഹാബാക്കൾ അത് പിടിച്ച് വലിച്ചൂരി. ഒന്ന് പിടിക്കുമ്പോൾ പോലും അതിശക്തമായിരിക്കുന്ന വേദന കൊണ്ട് പുളഞ്ഞ അലി റളിയല്ലാഹു അൻഹു ആ സുജൂദിലേക്ക് പോയപ്പോൾ ആ തന്നെ വല്ലാതെ വിഷമിപ്പിച്ച ആ അമ്പിനെ ഊരിയെടുത്തപ്പോൾ മഹാനായിരിക്കുന്ന അലി റളിയല്ലാഹു അൻഹു അറിഞ്ഞതേയില്ല. നിസ്കാരങ്ങൾ അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ചില അമലുകൾ, നമ്മൾ ഈ പറയപ്പെട്ട എല്ലാ അമലുകളും നശിപ്പിച്ചു പോകുന്ന പല കാര്യങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകും, നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ. ഉദാഹരണം, മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്നു. ഒരു മലമ്പ്രദേശത്തിൽ നിന്ന് വന്ന ആളാണ്. അതിനകത്ത് എപ്പോഴും മക്കയിലേക്ക് വരാൻ പറ്റാത്തവരാണ്. അപ്പൊ നബിതങ്ങള് സ്വഹാബാക്കളോടൊപ്പം ഇങ്ങനെ വഹീന്റെ ക്ലാസ് എടുത്തു കൊടുക്കുകയായിരുന്നു. നബിതങ്ങൾ അങ്ങനെ വഹീ കുറേ കിട്ടും, കുറേ ഖുർആൻ, അതൊക്കെ സ്വഹാബാക്കൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇടക്കിടക്ക് നബിതങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഈ മനുഷ്യനടിച്ചിട്ട് പറഞ്ഞു, നബിയെ മദ്ദീനു യാ റസൂലല്ലാഹ്, നബി എന്താണ് നബി ദീൻ, എന്താണ് ദീൻ നബി? എല്ലാവരും നോക്കി പോരാ, എല്ലാവരും വലിയ പോലെ പരിചയമൊന്നുമില്ലല്ലോ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുൽഖ്, ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണ്. മൂപ്പർക്ക് കിട്ടേണ്ട മറുപടി ആയിട്ടില്ലത്. അതൊരു മൂപ്പർക്ക് ഉദ്ദേശിച്ച മറുപടി അല്ല, അത് പൂർണ്ണമായിട്ട് കിട്ടിയില്ല. എന്നാൽ ഇരുന്നു. പിന്നെ മൂപ്പരുന്ന് ടൗണിലേക്കെല്ലാം പോയി, കുറെ ദൂരത്തിന് വന്ന ആളല്ലേ. വീണ്ടും വന്ന് സദസ്സിലിരുന്നു. വീണ്ടും ചോദിച്ചു. രണ്ടാമത്തെ ഘട്ടത്തിൽ വന്നപ്പോഴും ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, നബി എന്താണ് നബി ദീൻ? അപ്പോഴും പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുൽഖ്, ദീൻ ഹുസ്നുൽ ഖുൽഖാണ്. തൃപ്തിയായില്ല. മൂന്നാമതും ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് നബി ദീൻ എന്നുള്ളത്? മദ്ദീനു യാ റസൂലല്ലാഹ്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുൽഖ്, ദീൻ എന്നാൽ സൽസ്വഭാവം. മൂന്നാമത് പ്രാവശ്യം നബി തങ്ങൾ പറഞ്ഞതിന് ശേഷം മൂപ്പർ ഇരുന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനം? മൂപ്പരടിച്ചിട്ട് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, നബിയെ നിങ്ങൾക്കും അള്ളാഹു പറയാ പറഞ്ഞത് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല. അപ്പൊ മറ്റൊരു കാര്യം കൂടി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഗ്ദബ് അഹദാ, നീ ഒരാളോട് ദേഷ്യപ്പെടരുത്.
അത് വലിയൊരു പുണ്യാണ്. നീ ഒരാളോട് പോലും ദേഷ്യപ്പെടരുത്. ദേഷ്യം നമ്മുടെ അമലുകളെ ഇല്ലാതെയാക്കുന്ന കാര്യമാണ് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ചില അയോഗ്യതകളെ യോഗ്യതയായി എണ്ണുന്നതാണ് ലോക മുസ്ലിമീങ്ങൾക്ക് സംബന്ധിച്ച, മനുഷ്യന്മാർക്ക് പൊതുവെ സംബന്ധിച്ച അയോഗ്യത. അത് ഉപ്പ ഭയങ്കര അത് പ്രഷർ കുടുംബത്തിലേ ഉള്ളത് പറയും. അതുള്ളത് മാറ്റി വെക്കണം. അതാണ് ഒരാൾ ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ എപ്പോഴും മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. എന്നാലോ ആ പ്രവാചകന് തന്റെ ജീവിത പ്രബോധനം തുടങ്ങുന്ന കാലഘട്ടം തന്നെ നമുക്കറിയാലോ. ഒരു ഉമ്മാമ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ കെട്ട് പുറക്കാൻ പറ്റാത്ത, എടുത്ത് തലയിലേക്ക് വെക്കാൻ പറ്റാതെ ആരെങ്കിലും ഒരാൾ വരുന്നുണ്ടെന്ന് നോക്കാം.